ചിക്കൻ ഉണ്ട്. ബിരിയാണി കിച്ചണിലേക്ക് പോവാ. ചിക്കൻ ഞാൻ പോവാം. ചിക്കൻ കാവുന്ന എടുക്കും. ഞാൻ ഉള്ളി മുറിക്കാനൊക്കെ വൈറ്റേക്ക് അപ്പം ഉണ്ടാക്കി വെച്ച വൈറ്റേക്ക് ചക്കൻ്റെ അപ്പ മാമ ആക്കി വെച്ച ചക്കൻ്റെ അപ്പം നല്ല പാങ്ങുണ്ട്. നിങ്ങൾ തിന്നിനെങ്കിൽ കമന്റ് ചെയ്യാം. നല്ല ചിക്കൻ കഴുകുന്നുണ്ട്. ബിരിയാണിക്ക് വേണ്ടത് ഒന്ന് ഞങ്ങൾ മൂന്നും ചെറുതായിട്ട് മുറിക്കണം. ചെറുത് ഉള്ളി ഞങ്ങൾ മുക്കി വെച്ചിട്ട് ഉള്ളി മുറിച്ച് ഉള്ളി 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 തക്കാളി മുറിക്കാം. ബാക്കി ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് നമ്മൾ അരച്ച് വെച്ചിന്. ഇതിൻ്റെയൊക്കെ പച്ചവെള്ളമുണ്ട്. ചിക്കൻ കഴുകിയിട്ട് കഴിഞ്ഞു. ചിക്കന് കഴുകിയിട്ട് കഴിഞ്ഞു. കറി സുസാന വെക്കും, ഞാൻ ചോറ് വെക്കും. എണ്ണ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. മതി. ഉള്ളി കുറച്ചിടാം. രണ്ട് പച്ചമുളക് ഒരു നുള്ളുപ്പാണ്. മുടി വെച്ചു. ഇനി ചിക്കന്റെ പരിപാടി. ഇതെല്ലാം അപ്പൊ നല്ല കാറ്റ് വരുന്നുണ്ട്. ചോറും വെക്കുന്നതോടൊപ്പം പ്രകൃതി കാണിക്കുക, അതാണ് കാണുന്നുണ്ട്. ചട്ടി ചൂടായി. ഇനി ചപ്പളെടുക്കാം. കായിലെടുക്കാല്
ഡ്രൈ ചെയ്ത് 2 തക്കാളി മുറിച്ച് നമ്മൾ തിരിച്ച് ഇഞ്ചിയും മുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടിടാം. മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് ആക്കി കൊടുക്കാം. അരി ഇട്ടിന് അരി തളിക്കുന്നു. ഫോണ് കംപ്ലൈന്റ് ആയി അപ്പൊക്ക് അരിന്റെ പണി കഴിഞ്ഞു. അരി ഇടുമ്പോൾ ഫോണ് കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നേരാക്കിച്ചാണ് ഈ തക്കാളി ഇടുന്ന വീഡിയോ വെച്ചത്. ഫുൾ വീഡിയോ ഇടാം. സാമ്പാർ പൊടി ഇത് നമുക്ക് വയറ്റി കൊടുക്കുക. അപ്പൊ ഇതിലേക്ക് ഗരം മസാല ഇടുന്നുണ്ട്. ചിക്കൻ മസാല നമുക്ക് ഇടാം. ചിക്കൻ ഉപ്പ് നോക്കണം ഞങ്ങൾ. ഉപ്പ് പാകത്തിൽ ആയിട്ടുണ്ട്. ചോറായിട്ടുണ്ട്. നല്ല വഴിച്ച് കൊടുക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി മസാല റെഡിയാകുന്നുമുണ്ട്. അപ്പം കരിവേപ്പില ഇട്ടു. കരിവേപ്പില ഇട്ടിട്ടുണ്ട് കുറച്ച്. അപ്പം ആകുന്നുണ്ട്. ഇപ്പൊ 1:30 ആയിട്ടുണ്ട്. ഗോഡ് മീറ്റൊക്കെ ഇടുന്ന ഉള്ളിയാണ് കയ്യില് എടുത്തിച്ച് ഇടാം. ചമ്പിലാണ് വെക്കുന്നത്. മസാല കൂട്ടിച്ച് മണം വരുന്നു. ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മസാല ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഇനി ചോറിന് കുറച്ചായി ചോറ് കുറച്ചയച്ച് ചിക്കൻ മസാല ഇട്ട് അതിനനുസരിച്ച് ചോറിട്ട് നമ്മൾ അതിന് ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിന് കുറച്ചോ മസാല ഇട്ട് കൊടുത്ത് ചിക്കൻ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ചോറ് ആകിയുണ്ട് കുറച്ച് ഇടാൻ. അത് ദമ്മിലേക്ക് ഒട്ടിച്ച് ഞങ്ങൾ ദമ്മിക്കുന്നത് ഇങ്ങനെയാണ്. ചെച്ചമ്പില് ഇങ്ങനെയാക്കിച്ചാണ് വെക്കല്. എപ്പോഴും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാകുമ്പോ ബാക്കി ബന്നിച്ച നമുക്ക് ഉള്ളി നല്ല വെയിലുണ്ട്. ഇപ്പോഴും നല്ലോണം വെയിലുണ്ട്. നമുക്ക് മൂടി വെക്കാം. 20 മിനിറ്റ് നമുക്ക് സച്ചമ്പില് ദമ്മ ആവാൻ മൂടി വെക്കാൻ കേട്ടോ. നല്ല മണം വരുന്നുണ്ടല്ലോ. നല്ല ദമ്മായിന്. ഞങ്ങളെല്ലാവർക്കും
ടേബിളിലേക്ക് വിളുന്നുണ്ട്. അപ്പം സുസാന വന്നിട്ടില്ല, അവള് ഇതവിടെ കളിക്കുന്നുണ്ടതാ. സുസാക്ക് ബിരിയാണിയാ ഇഷ്ടം, ഇച്ചക്ക് മന്തി അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഏത് മതി, മണം വന്നിട്ട്. അടിയിട്ട് ഇത് എനിക്ക് ഇതെനിക്ക് വേണം. അത് കൊണ്ടുപോയി, അത് പോയി ഉമ്മ. ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ഇനി സുസാന്റെ ക്ലീനിങ് പണിയാണ്, ഞാൻ കൊടുത്തതാണ് അവൾക്ക്. ഞാൻ സിമ്പിൾ ആയിട്ട് ഇരിക്കാതെ ഞങ്ങൾക്ക്